ഹോളി മിസ്സിങ്സ് തിരുപ്പിറവി കൊണ്ടാടുന്ന വേളയിൽ തിരുവചനങ്ങളുടെ കാലിക പ്രസക്തിക്കായി കാതോർക്കാം, ചിന്തിക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ഹോളി മിസ്സിങ്സിലേക്ക് സ്വാഗതം. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 58 മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എലിസബത്തിന് പ്രസവിപ്പാനുള്ള കാലമെടുത്തപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചുവെന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. അവർ ആ കുഞ്ഞിന് യോഹന്നാൻ എന്ന് പേര് നൽകി. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന 2 സവിശേഷതയാണ് വിനയവും സത്യസന്ധതയും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകന്നു പോകുന്ന 2 കാര്യങ്ങളാണിത്. നമ്മുടെ ജീവിതങ്ങളിൽ വിനയമുണ്ടോ? ഞാൻ എന്ന ഒറ്റ ചിന്ത മാത്രമല്ലേ ഉള്ളൂ. ഞാൻ മാത്രം വളരണം. എന്നാൽ അവിടെയാണ് സ്നാപകൻ പറയുന്നത്, നീയോ വളരണം, ഞാനോ കുറയണമെന്ന്. മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ വസിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഇങ്ങനെ താഴ്മയോടെ ക്രിസ്തുവിനോട് കൂടി ജീവിച്ചതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ഒരു അത്ഭുതമായി മാറിയത്. അസത്യങ്ങളും അനീതിയും കൊടികുത്തി വാഴുന്ന നാട്ടിൽ സത്യത്തിന് ശബ്ദമായി മാറാൻ നമ്മൾക്ക് കഴിയണം. തെറ്റുകൾ ചെയ്യുന്നത് ആരായാലും അത് ചൂണ്ടിക്കാണിക്കണം. എന്നാൽ ഇന്ന് അധികാരങ്ങളെ ഭയന്ന് സത്യം പറയാൻ പേടിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ നമ്മുടെ മുമ്പിൽ സത്യത്തിന്റെ പ്രതീകമായി നിൽക്കുന്നു. രാജാവ് ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് അദ്ദേഹത്തിന് മുഖത്തു നോക്കി പറയുവാൻ സ്നാപകന് കഴിഞ്ഞു. അതുപോലെ സത്യത്തെ മുറുകെ പിടിക്കുവാനും അസത്യത്തെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രവർത്തിക്കുവാനും നമ്മൾക്ക് സാധിക്കണം. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ ഓർക്കുന്ന ഇന്ന് മറ്റുള്ളവരോട് വിനയത്തോടുകൂടി കഴിയുവാനും സത്യസന്ധതയോടുകൂടി പെരുമാറാനും നമ്മൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. തയ്യാറാക്കിയത് ജോയൽ ജേക്കബ്, D2 മലയാളം.